ഹനുമാന്റെ അപൂർവമായ വിവാഹം. ഹനുമാൻ സ്വാമിയെ നമ്മൾ പൊതുവെ ഒരു അഖണ്ഡ ബ്രഹ്മചാരിയായാണ് കണ്ടുവരുന്നത്. എന്നാൽ പുരാണങ്ങൾ പ്രകാരം അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നു. ഹനുമാൻ ബാല്യത്തിലെ അതുല്യ ബുദ്ധിയുടെയും ബലത്തിന്റെയും ഉടമയായിരുന്നു. തന്റെ വിജ്ഞാനത്തെ പൂർണ്ണമാക്കാൻ അദ്ദേഹം വ്യാകരണവിദ്യ അഭ്യസിക്കാൻ തീരുമാനിച്ചു. സൂര്യദേവനാണ് ഇതിന് ഏറ്റവും ഉചിതനായ ഗുരു. അതിനാൽ ഹനുമാൻ സൂര്യദേവനോട് ശിഷ്യനാകാൻ അപേക്ഷിച്ചു. സൂര്യദേവൻ ആദ്യത്തെ 5 വ്യാകരണ പ്രമാണങ്ങൾ ഹനുമാനെ പഠിപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള വിദ്യകൾ നേടണമെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടെന്നു സൂര്യദേവൻ പറഞ്ഞു: ഹനുമാൻ വിവാഹം കഴിക്കണം. ഹനുമാൻ അഖണ്ഡ ബ്രഹ്മചാരിയായിരുന്നതിനാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ സൂര്യദേവൻ വിശദീകരിച്ചത് അവനെ ആശ്വസിപ്പിച്ചു. തന്റെ മകളായ സുവർച്ചല ദേവി സൂര്യന്റെ തേജസ്സിൽ നിന്നും ജനിച്ച ഒരവതാരമായിരുന്നു. അവളും ബ്രഹ്മചര്യം ആചരിച്ചിരുന്നതിനാൽ വിവാഹം കഴിഞ്ഞാലും ഹനുമാന്റെ പ്രതിജ്ഞയെ അത് ബാധിക്കില്ല. അതിനാൽ ഹനുമാൻ സുവർച്ചലയെ വിവാഹം ചെയ്തു. എന്നാൽ ഈ ബന്ധം ദാമ്പത്യപരമായതല്ലായിരുന്നു. ഹനുമാന്റെ ബ്രഹ്മചര്യവ്രതം തുടരുകയുമായിരുന്നു. വിവാഹത്തിനു ശേഷം സൂര്യദേവൻ ഹനുമാനെ ബാക്കിയുള്ള വിദ്യകളും പഠിപ്പിച്ചു. വിവാഹാനന്തര ജീവിതത്തിൽ സുവർച്ചല ദേവി സന്യാസം സ്വീകരിച്ചു. ഹനുമാന്റെ ബ്രഹ്മചര്യ പ്രതിജ്ഞയ്ക്ക് എവിടെയും വ്യതിചലനമുണ്ടായില്ല. ഇന്ന് തെലുങ്കാനയിലെ കമനസില എന്ന സ്ഥലത്ത് ശ്രീ സുവർച്ചല ഹനുമാൻ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നു. ഇവിടെ ഹനുമാനെ ഭക്തർ വിവാഹമൂർത്തിയായി ആരാധിക്കുന്നു. ഈ കഥ മനസ്സിലാകുമ്പോൾ ഹനുമാന്റെ ത്യാഗവും ധർമ്മനിഷ്ഠയും ജ്ഞാനത്വരയും വെളിവാകുന്നു.